ട്രസ്റ്റ് യു ഗൈസ്, അടിപൊളി പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ പാടുകൾ മാറ്റാനും പിമ്പിൾസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഉറപ്പായിട്ടും നിങ്ങളുടെ പോറ് മിനിമൈസ് ചെയ്യും. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഭയങ്കരമായിട്ട് വന്ന ഒരു കാര്യമാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറയാം, ദിസ് ഇസ് നോട്ട് എ സ്പോൺസേർഡ് വീഡിയോ. ഇത് എൻ്റെ സ്വന്തം കയ്യിലെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം റിവ്യൂ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചത്. അപ്പം വീഡിയോയ്ക്കകത്ത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോരാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെല്ലാം എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നിങ്ങളുടെ എപ്പോഴും പിമ്പിൾസ് വരുന്ന ആക്നെ പ്രോൺ സ്കിന്നാണോ? നിങ്ങൾക്ക് ഏത് പ്രോഡക്ട്സ് ഉപയോഗിച്ചാലും നിങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആവാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആണോ? അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണിത്. അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാന കാരണം, ഓപ്പൺ പോസ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഓപ്പൺ പോസ് ഉള്ളവർക്ക് എന്തൊക്കെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് അവരുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് വലിയ ധാരണയില്ലാത്ത കുറേ പേര് കാണും. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്കും വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലമ്മിന്റെ കുറച്ച് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്, അതും ഗ്രീൻ ടീ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ്. ആദ്യം തന്നെ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ പ്ലമ്മിന്റെ ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് വാഷിനെ കുറിച്ചാണ്. ഗായ്സ്, ഇത് അടിപൊളി സാധനമാണ്. അടിപൊളിയാണെന്ന് പറയാനുള്ള കാര്യം, നിങ്ങളുടേത് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും, വിച്ച് മീൻസ് ഓയിലി സ്കിന്ന് ഇല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്ന്, അതുപോലെ തന്നെ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് കിടിലനാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഓക്കെ ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടെ മാറ്റിഫയിങ് എഫക്റ്റ് ആണ് തരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ അവരുടെ സ്കിൻ കുറച്ചുകൂടെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡ്രൈ സ്കിന്നുകാർക്ക് ഓക്കെ അല്ല. പക്ഷേ ഓയിലി സ്കിന്നുകാർ, സെൻസിറ്റീവ് സ്കിന്നുകാർ, ആക്നെ പ്രോൺ സ്കിന്നുകാർ വേറെ ലെവൽ പ്രോഡക്റ്റ് ആണ് ഗൈസ്. ട്രസ്റ്റ് യു ഗൈസ്, അടിപൊളി പ്രോഡക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാരുടെ ആയാലും ആക്നെ പ്രോൺ സ്കിന്നുകാരുടെ ആണെങ്കിലും മെയിൻ ഇഷ്യൂ എന്തോ അവരുടെ സ്കിന്നിൽ ചെറിയ ചെറിയ പോസ് ഉണ്ടാവുക. നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റിൽ നമ്മുടെ ഈ പോസ് മാറ്റാൻ വേണ്ടി നമുക്ക് നയാസിനമൈഡ് സെറം യൂസ് ചെയ്യാം. കൂടാതെ നമ്മുടെ ഈ പോസിലുള്ള അഴുക്കെടുത്ത് കളയുക എന്നുള്ളത് വലിയൊരു ഫാക്ടർ അല്ലേ? അപ്പം ഇതിനകത്തുള്ള അഴുക്കെടുത്ത് കളയണം. അതുപോലെ തന്നെ നമ്മുടെ പോസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം. കാരണം ഈ ഗ്രീൻ ടീ റേഞ്ചിൻ്റെ പ്ലമ്മിൻ്റെ ഈ ഫേസ് വാഷ് കിഡിലൻ ഫേസ് വാഷാണ്. നിങ്ങളുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വാട്ടറി പ്ലസ് ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ ആണ്. ഇതിൻ്റെ സ്മെൽ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രീൻ ടീയുടെ സ്മെല്ലാണ്. ഒരുപാട് ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല, നമുക്ക് ഇതിനെ കുത്തി കയറുന്ന സ്മെല്ലൊന്നും അല്ല, ഒരു പ്ലസന്റ് സ്മെല്ലാണ്. അതുപോലെ തന്നെ ഇത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ടല്ലോ, നമുക്ക് ഒരുപാട് നമ്മുടെ സ്കിന്ന് സെൻസിറ്റീവ് ആക്കുക, ഒരുപാട് നല്ല ഒരു രീതിയിലും നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് ഒന്നും ആക്കത്തില്ല. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ള മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഗ്രീൻ ടീ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നും. അതുപോലെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും ഒക്കെ ചെയ്യുന്ന, നമ്മുടെ പാടുകൾ മാറ്റാനും പിമ്പിൾസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളൊരു, അതായത് നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ്, അതുപോലെ ആക്നെ മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനുള്ള നല്ല ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു കണ്ടന്റ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ഒരു സാധനം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് പിന്നെ ആക്നേസ് വരുന്നവർ, പിമ്പിൾസ് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ്ട് ഇങ്ങനൊരു, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എന്താ പറയുക, ഇതുപോലൊരു പിന്നെ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. ഓൾറെഡി ഞാനിത് നല്ലതുപോലെ യൂസ് ചെയ്ത്, കാരണം ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാനിത് നല്ലതുപോലെ യൂസ് ചെയ്തു. ഇതിനകത്ത് ഇനി വലുതായിട്ട് പ്രോഡക്റ്റ് ഒന്നും ഇല്ല, ചെറിയ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് മാത്രം, ഇങ്ങനെ ഞെക്കിപ്പിച്ചാൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി ഞാൻ
ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ റിവ്യൂ പർപ്പസിന് വേണ്ടി മാത്രം ഒരിച്ചിരി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ആയിട്ട് പറയുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ പിന്നെ ടോണറിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ സ്കിൻ കെയറിൽ ടോണർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ടോണർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്കിൻ കെയർ പ്രോഡക്റ്റിൽ നിങ്ങളൊരു ടോണർ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഫുഡ് കണക്കാണ് ടോണർ. അപ്പോഴും ടോണർ വാങ്ങിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാധനം സ്യൂട്ട് ആവത്തില്ല എന്നല്ല, അവരുടെ സ്കിന്നിന് ബേണിംഗ് സെൻസേഷൻ ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആക്നെ പ്രോൺ സ്കിൻ ആയാലും അതുപോലെ ഓയിലി സ്കിൻ ആണെങ്കിലും ഒന്നും പറ്റത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ആക്നെ പ്രോൺ സ്കിന്നോ ഓയിലി സ്കിന്നോ നിങ്ങൾ മസ്റ്റായിട്ട് നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. നോൺ കൊമിഡോജനിക് മീൻസ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. പകുതി പ്രശ്നം അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് തീർന്നു കിട്ടും. കാരണം നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പം നമ്മുടെ ആക്നെ പ്രോൺ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും പിമ്പിൾസ് വരാനും ആക്നീസ് വരാനും ഒക്കെ ഉള്ള ടെൻഡൻസി കുറയ്ക്കും. ആൻഡ് ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര വേർത്താണ്. എന്തായാലും ഈ പ്ലമ്മിൻ്റെ ഈ ആൽക്കഹോൾ ഫ്രീ പിന്നെ ടോണർ ഭയങ്കര കിഡിലൻ പ്രോഡക്റ്റ് ആണ്. കാരണം ഇത് 200 ml ആണ് വരുന്നത്. എങ്ങനെയൊക്കെ നിന്നും കിടന്നും ചരിഞ്ഞ് തിരിഞ്ഞും ഒക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാലും എങ്ങനെ പോയാലും ഒരു നല്ല രീതിക്ക് ഷെൽഫ് ലൈഫ് കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാം. കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്. ഇത് നിങ്ങളുടെ പോർ മിനിമൈസ് ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളുടെ പോറ് മിനിമൈസ് ചെയ്യും. കാരണം എനിക്കിത് ഉപയോഗിച്ചിട്ട് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിൽ ഇങ്ങനെ വാട്ടറി ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സ്പ്രേ ബോട്ടിൽ പോലെ ഉണ്ട്. അത് ഞാനിങ്ങനെ ഇത് തുറന്നിട്ട് ഇതിൽ നിന്ന് ആ ബോട്ടിലോട്ട് റീഫില്ല് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം കാരണം എനിക്ക് സ്പ്രേ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ടോണർ എപ്പോഴും ഇഷ്ടം. കാരണം ഇത് നമ്മൾ എടുത്ത് പഞ്ഞിയിലൊക്കെ മുക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ റീഫിൽ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നിന് ഓക്കെയാണ്. ഞാൻ നേരത്തെ ഫേസ് വാഷ് പറഞ്ഞു ഡ്രൈ സ്കിന്നിന് ഓക്കെ അല്ലെന്ന്. പക്ഷേ ഇത് ഡ്രൈ സ്കിന്നിന് ഓക്കെയാണ്, ആക്നെ പ്രോൺ സ്കിന്നിന് ഓക്കെയാണ്, ഓയിലി സ്കിന്നിന് ഓക്കെയാണ്, അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും ഓക്കെയാണ്. അപ്പോൾ ഇത് എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും, നോർമൽ സ്കിൻ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നിനും അടിപൊളി പ്രോഡക്റ്റ് ആണ്. നിങ്ങളുടെ സ്കിന്നിലെ ഓപ്പൺ ബോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓപ്പൺ ബോസ് ഒക്കെ ചെറുതായിട്ട് രീതിയിൽ, പിന്നെ പെട്ടെന്നൊരു റിസൾട്ട് വേണമെന്ന് വാശി പിടിക്കരുത്. പതിയെ എല്ലാ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഒരുപാട് അങ്ങനെ ഫ്രാഗ്രൻസ് ഒന്നുമില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ഓക്കെയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ക്യാപ്പ്. എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു ഗൈസ്. കാരണം ഞാൻ നിങ്ങൾക്ക് റിവ്യൂ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് കണ്ടിട്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റൂ. പിന്നെ ഞാൻ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നാലും എൻ്റെ സ്കിൻ ടൈപ്പിന് മാത്രം ഒക്കുമെന്നല്ല ഞാൻ നോക്കുന്നത്. എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ കൂടെ ഒക്കെ കൊണ്ട് ആ ഒരു പുതിയ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിവ്യൂ കൊണ്ടുവരുന്നത്. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിന്നിന് എങ്ങനെ ആയിരിക്കും ഇത് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞിട്ട് വേണ്ട ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതിൻ്റെ കാര്യവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും സിലിക്കൺ ഫ്രീയും മാറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു പിന്നെ പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് പ്യുവർലി നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഇതിനകത്ത് ഓയിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നിന് ഓക്കെ അല്ല. നിങ്ങളുടെ സ്കിൻ ഒട്ടും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ, ഓയിലി സ്കിൻ, ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ, പിന്നെ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഇത് പക്ക വേറെ ലെവൽ പ്രോഡക്റ്റ് ആണ്. ഏറ്റവും പ്രധാനമായിട്ടും ഓയിലിയും ആക്നെ പ്രോണും ആയിട്ടുള്ള സ്കിന്നുകാർക്കാണ് അടിപൊളി. ഇതിനകത്ത് പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നതാണ്ട് ഇവിടം വരെ എങ്ങാനും കാണും പ്രോഡക്റ്റ്, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം തീർന്നു. ഇത് നമ്മുടെ സ്കിന്നിൽ ഇട്ടാലും അങ്ങനെ ഓയിലി എഫക്റ്റ് ഒന്നും വരത്തില്ല. നല്ല മാറ്റിഫൈയിങ് ആണ്, ഒട്ടും ഓയിൽ ഇതാക്കത്തില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഓക്കെ അല്ല. ഡ്രൈ സ്കിന്നുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അത്ര ഹൈഡ്രേറ്റഡ് ഒന്നും ആക്കത്തില്ല. പിന്നെ ഇതിൻ്റെ കാര്യം ഇത് നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്.
നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല വാട്ടറി കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാം. പിന്നെ നമ്മളിത് ഒരുപാട് ഇട്ട് ഇങ്ങനെ തേക്കാൻ പറ്റത്തില്ല. തേക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി പത പോലെ, അത് സോപ്പിട്ട് പതയ്ക്കുന്ന പോലെ ആവും വരും. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്ക് കയറ്റുക ചെയ്യേണ്ടത്. കാരണം എന്നാൽ മാത്രമേ ഇതാവത്തുള്ളൂ. ഇത്രയും പ്രോഡക്റ്റേ ഉള്ളെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഫോർഹെഡിലാണെങ്കിലും ഈ ചിന്നിലാണെങ്കിലും നമ്മുടെ ചീക്കിലാണെങ്കിലും നമ്മുടെ നോസിലാണെങ്കിലും നമുക്ക് ഓരോ ഡ്രോപ്സ് മതി. ഇത് ഈ മോയ്സ്ചറൈസർ ഒരുപാട് വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഓക്കെ ആവും. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ ടീ ആണ്, ഗ്ലൈക്കോളിക് ആസിഡും ആണ്. ഇത് പിഗ്മെന്റേഷനും പിമ്പിൾസ് വരാനുള്ള സാധ്യതയും കുറയ്ക്കും. അപ്പം പിമ്പിൾസ് വരുന്നവർക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇത് വരുന്നവർക്ക് ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഈ എന്താ ഫേസ് വാഷ് ആയാലും അതുപോലെ നിങ്ങളുടെ ഇതാണെങ്കിലും നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് 100% നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും. ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും എന്ന് വെച്ചാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല, നിങ്ങളുടെ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ നിങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ പതിയെ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കും. പിന്നെ ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പിഗ്മെന്റേഷനും അതുപോലെ തന്നെ പിമ്പിൾ മാർക്സും ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കിടിലൻ റിസൾട്ട് തരും. അപ്പം ഈ മോയ്സ്ചറൈസറിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ പറയാൻ. ലാസ്റ്റായിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ ഇത് എനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ ഹൈലറോണിക് ആസിഡ് അക്വാലൈറ്റ് സൺസ്ക്രീൻ ആണ്. പക്ഷേ ഞാനിത് ഡ്രൈ സ്കിന്നിന് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. ഡ്രൈ നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് ഭയങ്കര ഓയിലി ആക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഹൈലറോണിക് ആസിഡാണ്. ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഓയിലി ലുക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഓയിലി സ്കിന്നുകാർക്കോ ആക്നെ പ്രോൺ സ്കിന്നുകാർക്കോ ഒന്നും ഓക്കെ അല്ല. ഞാനിത് ഫ്രീ ബി ആയിട്ട് കിട്ടിയതുകൊണ്ട് ജസ്റ്റ് കളയണ്ട. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത് ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും അപ് ടു കോമ്പിനേഷൻ അത്രയുള്ളവർക്കേ ഇത് ഓക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും റേഞ്ച് ഓഫ് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.